ഉടമ്പടിയിൽ ഞാൻ എൻ്റെ നിയോഗം വെച്ചത് എൻ്റെ മോൻ്റെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കൊറോണയുടെ കാലത്ത് അവൻ 7ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ സ്കൂളിൽ പോകുന്നത് 7ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് 9ാം ക്ലാസ്സിലെ അവസാന മാർച്ച് മാസത്തിലാണ്. അപ്പോഴത്തേക്കും അവൻ്റെ പഠന മേഖലയിലുള്ള എല്ലാ ഇതും അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. പഠിക്കുന്ന ആ കാര്യങ്ങൾക്കൊക്കെ അവൻ ഭയങ്കരമായിട്ട് പുറകോട്ടായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മോഡൽ പരീക്ഷയ്ക്കും അവന് 50% താഴെ മാത്രമായിരുന്നു അവൻ്റെ മാർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അവൻ പരീക്ഷയ്ക്ക് ജയിക്കുമോ എന്ന് പോലും ഭയങ്കര സംശയമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് അവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പുമൊക്കെ അവന് നൽകും. ഒപ്പം അവൻ എൻ്റെ കൂട്ടത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാനവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ച് ഞാൻ 75% മാർക്കെന്നിങ്ങനെ എഴുതി വിടും. അത് ലഭിക്കില്ല എന്നറിയാം, എന്നിട്ട് പോലും. കാരണം അസാധ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ മാതാവിനോട് പ്രാർത്ഥിക്കാൻ എപ്പോഴും ഈ അച്ഛൻ ഇവിടുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. റിസൾട്ട് വന്നപ്പോൾ അവന് 79% മാർക്ക് ലഭിച്ച്, അതുപോലെ +1 പരീക്ഷയ്ക്ക് അവന് 61% മാർക്ക് ലഭിക്കുകയും ചെയ്തു. വിവാഹം കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. എൻ്റെ മമ്മി മരിക്കുന്ന ആ ആഴ്ചയിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. വളരെ മാനസികമായിട്ട് കടന്നുപോയ കുറച്ച് ദിവസങ്ങളായിരുന്നു ആ സമയത്ത്. അപ്പോഴാണ് 5ാം മാസത്തെ അനോമലി സ്കാനിൽ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ കൊറോയിഡ് പ്ലക്സ് എന്ന് പറഞ്ഞ സിസ്റ്റ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പം അതും കൂടി കേട്ടപ്പോഴത്തേക്കും വളരെയേറെ മാനസികമായിട്ട് ഞാൻ തകർന്നു പോയിരുന്നു. അതേ തുടർന്ന് ആൻറ്റി കൃപാസനത്തിൽ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഒപ്പം എൻ്റെ ഭർത്താവും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈലം എൻ്റെ നെറുകയിലും എൻ്റെ വയറിലും തടവി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കും ഉടമ്പടി എടുത്ത് 3ാം ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. മാതാവ് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊണ്ടു തരുന്നതായിട്ട്. അത് കണ്ടപ്പോൾ മുതൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് മാതാവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. അപ്പോൾ 8ാം മാസത്തെ പിന്നീടുള്ള സ്കാനിങ്ങിൻ്റെ ഉള്ളിൽ ആ ബ്രെയിനിൽ കണ്ടിരുന്ന സിസ്റ്റ് മുഴുവനായിട്ട് മാറിയതായിട്ട് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്ന് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിച്ചു.